इसके नीचे गाड़ी कौन सा तो मोटरसाइकिल है मोटरसाइकिल ठीक है ഇതിങ്ങനെ രണ്ടറ്റത്തും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എടുത്ത് വെച്ചിട്ട് ആണ് നടുക്കത്തെ ആ ക്രോസ് ബീം വാർത്ത് പോകുന്നത്. ഞാൻ വാർത്ത വേറെ കാണിച്ചു തരാം. അപ്പുറത്ത് അതിൻ്റെ കമ്പി കെട്ടിയിട്ടുണ്ട്, ഞാൻ കാണിക്കാം. വേണ്ടോ കണ്ടോ, അതിൻ്റെ അവിടെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടാണ് ആ നടുക്കുള്ള ബീമുകൾ, ക്രോസ് ബീമുകളെല്ലാം വാർത്ത് പോകുന്നത്. കണ്ടോ ആ ഏറ്റവും അങ്ങേറ്റത്ത് കണ്ടോ, അത് കമ്പി കെട്ടി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ടെമ്പററി സപ്പോർട്ടെ നിർത്തിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്താ പറ്റിയതെന്ന് അവർക്കും അറിയത്തില്ല, ഞാൻ ചോദിച്ചിട്ട് ആർക്കും മനസ്സിലാവുന്നില്ല. അപ്പോൾ അതൊക്കെ ഇതിനെക്കുറിച്ച് അന്വേഷണം വരുമോ, നേരത്തേക്ക് ഇതിൻ്റെ റിപ്പോർട്ട് പുറത്ത് വരുമല്ലോ, നേരത്തെ മാത്രമേ നമുക്കിതിന് എന്തെങ്കിലും അഭിപ്രായം ശരിക്കും പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ പണിയിൽ കൃത്രിമമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇവരുടെ പണികൾ പോകുന്നത്. അതിനൊരു നാഷണൽ സ്റ്റാൻഡേർഡ് ഉണ്ടാകുമല്ലോ. കുറേ നമ്മുടെ പ്രൈം മിനിസ്റ്ററിൻ്റെ ഒക്കെ ഒരു അണ്ടറിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയിൽ ഇത് വരുമ്പോഴത്തേക്ക് എന്തായാലും ഇവർ ഇത് കള്ളപ്പണിയും പണിയുകയല്ലേ, പണിതാൽ അതിന് തീർച്ചയായിട്ടും അതിന് തിരിച്ചടി ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എന്തോ എങ്ങനെയാണെന്നുള്ളത് റിപ്പോർട്ട് വന്നാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം അതിൻ്റെ തത്സമയം എന്താ നടന്നതെന്നുള്ളത് കൃത്യമായിട്ടൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. ഇത് തട്ടടിച്ച് മേളിൽ അതിൻ്റെ സ്ലാബ് വാർക്കുന്ന ഇതാണ്, സ്ലാബിലാണ് നിൽക്കുന്നത് നമ്മുടെ ഇത് വരുന്നത്. അല്ലേ ഇത് ആ ഇരുമ്പിലാണ്, ആ ഇരുമ്പ് ക്രോസ് ഷട്ടർ വെച്ചിട്ട് അതേലാണ്, ആ ഒരു ഗട്ടർ വെച്ചിട്ട് അതേലാണ് സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നത്. എന്നിട്ടാണ് ആ സെൻറ്റർ പിയറിൻ്റെ ഹെഡിലേക്ക് ഇത് ഒരു ക്രോസ് ബീം വെച്ചിട്ട് ഇത് വാർത്ത് ഒന്നാക്കി എടുക്കുന്നത്. അപ്പുറത്തും ഇപ്പുറത്തും കൂടെ രണ്ടിനും കൂടെ, രണ്ട് സ്പാനിനും കൂടെ സെൻട്രൽ ഒറ്റ ഇതാണ് വരുന്നത്, ബീം പോലെയാണ് വരുന്നത്. നമ്മൾ അവിടെ വ്യത്യാസമുണ്ട്, ആ പില്ലറുകൾക്ക് വ്യത്യാസമുണ്ട്. അതങ്ങനെയല്ല, ഇത് കണ്ടിന്യൂസ് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും കണ്ട കമ്പി അവിടെ നിന്ന് നീണ്ടു നിൽക്കുന്നത് കാണാം. ഇവിടെ കണ്ട കമ്പി ഇങ്ങനെ ഒരു സൈഡിൽ നിന്നെ എൻഡിൽ നമുക്ക് നീണ്ടു നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടുന്ന് ചെല്ലുന്ന ബീമും അവിടുത്തെ ബീമും കൂടെ നടുക്ക് വെച്ചിട്ട് ഇങ്ങനെ ക്രോസ് ആയിട്ട് വാർത്തെടുക്കുക ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ അല്ലാതെ തന്നെ കണ്ടോ, ഇവിടെ എൻഡിൽ ക്ലോസ് ചെയ്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ അതിനനുസരിച്ച് അതിൻ്റെ സ്ട്രക്ചറും മാറിയിട്ടുണ്ട്, വലിയ ഇതിലാണത് വരുന്നത്. ഇവിടുത്തെ പോലെ സിംഗിൾ പില്ലറയിലല്ല ഇവിടെ വരുന്നത്. കണ്ടോ
വരുന്ന ബീമാണോ താഴെ വീണേ? അതിലേക്ക് നിരക്കാണ് നിൽക്കുന്നത്. അവർ പറയുന്നത് അതിലൊരു ഹൈഡ്രോളിക് ജാക്ക് ആ ഹൈഡ്രോളിക് ജാക്ക് സൈഡിലേക്ക് ചരിക്കാൻ മറ്റൊരിലേക്ക് വീണ്ടും